ജീനിയസ് ബുക്സിൻ്റെ പുസ്തക പ്രകാശന പരിപാടി ആരംഭിക്കുകയാണ്. ഈ ചടങ്ങിൽ 4 പുസ്തക പ്രകാശനമാണ് നടക്കുന്നത്. അത് ഒന്ന് ശ്രീ കണ്ണനുണ്ണിയുടെ മല്ലു സെൽഫി എന്ന മലയാളികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗത്തെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചുമുള്ള ഒരു പുതിയ തലമുറയുടെ അഭിസംബോധന ചെയ്യുന്ന ഒരു മനോഹരമായ രചനയാണ്. അതിൻ്റെ പ്രകാശനവും അതേപോലെ സലാം ഷാ മണ്ണറയ്ക്കലിൻ്റെ കന്നിമഴ എന്ന കവിതാ സമാഹാരം, പ്രഗത്ഭനായ കവിയും കാവ്യരചനയിൽ മലയാളത്തിലുടനീളം കവിതകൾ രചിക്കുകയും കവിതകൾ എഴുതാൻ പുതിയ തലമുറകളെ പഠിപ്പിക്കുകയും ചെയ്യുന്ന കവി ശ്രീ എടപ്പാൾ സുബ്രഹ്മണ്യൻ്റെ 8ാം പതിപ്പ് എന്ന കവിതകളും, അതേപോലെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് രമേശ് മൈലമ്പാടിയുടെ നേർചിത്രങ്ങൾ എന്ന കവിതാ സമാഹാരവുമാണ് 4 പുസ്തകങ്ങളുടെ പ്രകാശന ചടങ്ങാണ് ഇവിടെ വെച്ച് നടക്കുന്നത്. ഇതിൽ പ്രധാനമായി പങ്കെടുക്കുന്നത് ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സെക്രട്ടറി ഡോക്ടർ എൻ കൃഷ്ണകുമാർ സാറാണ്. അദ്ദേഹം ഇവിടെ എത്തും. അതോടൊപ്പം മലയാള പത്രപ്രവർത്തന രംഗങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ 1-2 പതിറ്റാണ്ടുകളിലെ നിറ സാന്നിധ്യങ്ങളായ ശ്രീ രതീഷ് അനിരുദ്ധൻ, പ്രിയ രാജ് GR, അതേപോലെ KV മധു എന്നിവർ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ആദരണീയനായ നിയമസഭാ സെക്രട്ടറി ഈ ചടങ്ങിലെത്തുന്നതോടുകൂടെ നമ്മുടെ പ്രകാശന പരിപാടികളിലേക്ക് കടക്കും. ഓരോ പുസ്തകങ്ങളെയും പരിചയപ്പെടുത്തുകയും അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ നീങ്ങുന്നതിന് വേണ്ടി നമ്മൾ അനൗപചാരികമായി ആരംഭിക്കുകയാണ്. എല്ലാ പ്രിയ വ്യക്തിത്വങ്ങൾക്കും നിയമസഭാ ചടങ്ങിൽ നടക്കുന്ന ഈ മനോഹരമായ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ വന്ന നാട്ടുകാർ, വിവിധ നാടിൻ്റെ ഭാഗങ്ങളിൽ നിന്നും വന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, എഴുത്തുകാർ തുടങ്ങിയവർക്കൊക്കെ ഞാൻ സ്വാഗതം ആശംസിക്കുന്നതോടൊപ്പം തന്നെ നമ്മളോട് ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ 2 പതിറ്റാണ്ട് കാലം മാധ്യമ രംഗത്ത് സജീവമായിരുന്ന മുതിർന്ന മാധ്യമപ്രവർത്തകനും മാതൃഭൂമി പത്രത്തിൻ്റെ വാർത്താവതാരകനുമായ രതീഷ് അനിരുദ്ധനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമസ്കാരം. എഴുത്തുകാരനുമായുള്ള അടുപ്പമാണ് ഈ വരവിൻ്റെ കാരണം. ഒരു പുസ്തക പ്രകാശന ചടങ്ങ്, പുസ്തകത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുക, അതിലും വലിയ സന്തോഷമുള്ള ഒന്ന് അല്പം വായനയൊക്കെ ഇഷ്ടപ്പെടുന്ന ആർക്കും ഉണ്ടാകില്ല. വേദിയിലും സദസ്സിലും എഴുത്തും വായനയും ഇഷ്ടപ്പെടുന്ന പ്രധാനപ്പെട്ട ആളുകളുണ്ട്. കണ്ണനുണ്ണിയുടെ നിരവധി കഥകൾ ഉൾപ്പെടെ വായിച്ചിട്ടുണ്ട്. അതിലെ വിശാലമായ ലോകത്തെക്കുറിച്ച് ഞങ്ങൾ സുഹൃത്തുക്കളുടെയിൽ സംസാരിക്കാറുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ നേരത്തെ പങ്കുവച്ചിട്ടുണ്ട്. കണ്ണനുണ്ണി എൻ്റെ സഹപാഠിയാണ്. ഞങ്ങൾ ജേർണലിസം കോഴ്സ് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജേർണലിസത്തിൽ ഒരുമിച്ച് പഠിച്ചതാണ്. മാധ്യമപ്രവർത്തനമായിരുന്നു കണ്ണനുണ്ണിയുടെയും തുടക്കകാലത്തെ മേഖലയെങ്കിലും അതിനു മുൻപേ കലാലയ ജീവിതത്തിൽ തന്നെ അനുകരണ കല അത് വലിയ തന്മയത്വത്തോടുകൂടി ചെയ്യുന്നയാളായിരുന്നു. അതിൻ്റെ തുടർച്ചയായി കലാഭവനിലേക്ക് പോയി. അതിനിടയിൽ സമാന്തരമായി വളരെ മനോഹരമായി എഴുതുമായിരുന്നു. കാലിക പ്രസക്തമായ വിഷയങ്ങളെക്കുറിച്ചുള്ള കുറിക്കൊള്ളുന്ന എഴുത്തുകളുണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ ബാലസാഹിത്യവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില രചനകളുണ്ടായിരുന്നു, പുസ്തക രൂപത്തിൽ വന്നിട്ടുണ്ട്. അതിൻ്റെയിൽ അനുകരണ കലയുമായി ബന്ധപ്പെടുത്തിയും ഹാസ്യ അവതരണവുമായി ബന്ധപ്പെടുത്തിയും നിരവധി ഗാനങ്ങൾ ഉൾപ്പെടെ പിന്നണിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ വിശാലമായ ലോകമാണ് കണ്ണനുണ്ണി എന്ന കലാകാരന്, കണ്ണനുണ്ണി എന്ന പത്രപ്രവർത്തകന്, കണ്ണനുണ്ണി എന്ന എഴുത്തുകാരന്. ഇങ്ങനൊരു ചടങ്ങിൽ പങ്കെടുക്കാനായത് വളരെ സന്തോഷത്തോടു കൂടി ഈ ചടങ്ങിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞു. എല്ലാവരെയും, ഈ ചടങ്ങിൻ്റെ ഭാഗമാകുന്ന എല്ലാവരോടും സ്നേഹം പങ്കുവയ്ക്കുന്നു. പ്രിയ രാജ് GR സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട
സാഹിത്യ കുതുകികളെ, വേദിയിലും സദസ്സിലുമുള്ള ഭാഷാസ്നേഹികളെ, കണ്ണനുണ്ണിയുടെ ഒരു പുസ്തകം പരിചയപ്പെടുത്താനാണ് ഇപ്പം എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. നേരത്തെ രതീഷ് പറഞ്ഞ പോലെ ഞങ്ങളൊരു സഹപാഠിയാണ് കണ്ണനുണ്ണി. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് വാക്കുകൾ കൂടി ഒന്ന് ചേർത്തിട്ട് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ഒരു ഭൂപ്രദേശം എന്ന നിലയിൽ ലോക ജനതയെ എന്നും ആകർഷിച്ചിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മുടെ മലയാളം, ഈ കേരളം. ഇവിടെ വന്ന് അണയാൻ കൊതിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇവിടുത്തെ സംസ്കാരം നുണയാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. ഇതിനെ നമ്മൾ വളരെ കാലമായി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ചലച്ചിത്രമേളയായാലും നമ്മുടെ കൊച്ചി ബിനാലെ ആയാലും അതുപോലെയൊക്കെയുള്ള ഇതിൻ്റെ ഒരു തുടർച്ചയാണ് നമ്മുടെ നിയമസഭാ പുസ്തകോത്സവം. നമ്മുടെ സാംസ്കാരിക ഔന്നത്യത്തിൻ്റെ ഒരു പ്രതീകമായ ഈ നിയമസഭാ പുസ്തകോത്സവത്തിൻ്റെ 4ാം പതിപ്പിൽ കണ്ണനുണ്ണിയുടെ ഈ പുസ്തകം പ്രകാശിക്കപ്പെടുന്നതിൽ സന്തോഷം രേഖപ്പെടുത്തട്ടെ. യു.എ. ഖാദർ പുരസ്കാരം ലഭിച്ച നമ്മളൊരു കഥ പറയട്ടെ, ഹീറോ ഡാഡിയും കുഞ്ഞൻ ബ്രോയും എന്നീ 2 ബാലസാഹിത്യ കൃതികൾക്ക് പിന്നാലെയാണ് കണ്ണനുണ്ണിയുടെ 3ാമത്തെ പുസ്തകം മല്ലു സെൽഫി ഇന്നിവിടെ പ്രകാശനം ചെയ്യുന്നത്. ജീനിയസ് ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന ഈ പുസ്തകത്തിൽ 58 പേജുകളിലായിട്ട് 18 ചെറുകഥകളാണുള്ളത്. കേവലം കഥകൾക്കപ്പുറം പുസ്തകത്തിൻ്റെ പേര് സൂചിപ്പിക്കും പോലെ മലയാളികൾക്ക് നേരെ ഉയർത്തിപ്പിടിച്ച ഒരു സെൽഫിയാണ് കണ്ണനുണ്ണിയുടെ ഈ പുസ്തകം എന്ന് പറയാം. ഈ പുസ്തകത്തിൽ നമുക്ക് നമ്മളെ ഓരോരുത്തരെയും കാണാം, കഥാകാരൻ്റെ മനസ്സ് കാണാം, നമ്മളിൽ ഒരാളായുള്ള കഥാകാരൻ്റെ മനസ്സ് കാണാം, കഥാകാരനെ കാണാം. നമ്മുടെ സന്തോഷങ്ങൾ, സങ്കടങ്ങൾ, ആഹ്ലാദങ്ങളെല്ലാം നമ്മളൊരു സെൽഫിയിൽ പകർത്തുന്ന പോലെ ഈ പുസ്തകത്തിൻ്റെ ഓരോ കഥകൾ വായിക്കുമ്പോഴും നമുക്ക് ഹാസ്യത്തിൻ്റെ മേമ്പൊടി ചേർത്ത് കാലിക പ്രസക്തമായ വിവിധ വിഷയങ്ങൾ, സമൂഹത്തിൻ്റെ പരിച്ഛേദം ഇവിടെ അടയാളപ്പെടുത്തുന്നതായി കാണാം. അതുകൊണ്ട് തന്നെ ഞാനൊരു മലയാളി എന്നാണ് ഈ പുസ്തകത്തിന് കണ്ണനുണ്ണി ഒരു ടാഗ് ലൈനും കൊടുത്തിട്ടുണ്ട്. ഈ ഇത്രയേറെ പുരോഗനാത്മകമായ ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുന്നു എന്ന് പറയുമ്പോഴും, പ്രബുദ്ധരെന്ന് സ്വയം മേനി പറയുമ്പോഴും, അന്ധവിശ്വാസങ്ങളെയൊന്നും പൂർണ്ണമായും കൈവിടാൻ പറ്റാത്തൊരു ജനതയാണ് നമ്മളെന്ന് പറയാൻ കഴിയും. ഈ സാമൂഹ്യ വിമർശനത്തോടുകൂടി തന്നെയാണ് കണ്ണനുണ്ണിയുടെ പുസ്തകം രാഹുകാലൻ എന്ന ഒരു കഥയോടുകൂടിയാണ് തുടങ്ങുന്നത്. മരിച്ചാലും ഇത്തരം ചിന്തകൾ നമ്മളെയൊന്നും വിട്ടുപോകില്ല. കാരണം നമ്മളെല്ലാം അത്തരത്തിലുള്ള ടോണ്ടായി വളർന്ന ആളുകളാണ്. നമുക്ക് ചുറ്റും നമ്മൾ ഇതിൽ നിന്നെല്ലാം മുക്തരായി എന്ന് വിചാരിച്ചാൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരാളെങ്കിലും നമുക്ക് കാണാൻ പറ്റും. ഈ ഒന്ന് പല്ല് ചെലച്ചാൽ, ഒറ്റ മൈനയെ കണ്ടാൽ, ഒരു പൂച്ച കുറുകെ ചാടിയാൽ അയ്യോ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റും നമുക്ക് കാണാൻ കഴിയും. ഏതായാലും കണ്ണനുണ്ണിയുടെ ഈ പുസ്തകത്തിലെ ആദ്യ കഥ തന്നെ അവസാനിപ്പിക്കുന്നത് ഒരു കഥാപാത്രം ഇങ്ങനെ പറയുന്നു: തന്നെ തൂക്കിക്കൊല്ലുന്നതിന് മുമ്പ് രാഹുകാലം ആണോ എന്ന് നോക്കുമല്ലോ സാർ. അത്തരം വിമർശനങ്ങളുള്ള കഥകളാണ് ഈ പുസ്തകത്തിലുള്ളത്. ബ്ലോഗർമാർ അരങ്ങുവാഴുന്ന കാലത്ത് അവരുടെ ജീവിതവും അതിജീവനവും ഇൻ്റർനെറ്റ് സാധ്യതകളുമെല്ലാം പരിചയപ്പെടുന്ന എ ഡേ വിത്ത് സുപ്രൻ, സാമൂഹിക മാധ്യമങ്ങളിൽ കടന്ന് നട്ടം തിരിയുന്ന റീലി, രാസലഹരിക്കെതിരെ പോരാടുന്ന ശില്പൻ, ഭക്ഷണത്തിൽ പോലും രാഷ്ട്രീയം കാണുന്ന പുതുകാലൻ, ഇനിയും ഗൃഹാതുരത വറ്റിത്തീരാത്ത പ്രവാസിയുടെ പ്രതിനിധിയായി നൊസ്റ്റാൾജിയ ശങ്കരൻ, നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് പേരെ ഈ പുസ്തകത്തിൽ നമുക്കിങ്ങനെ കാണാൻ കഴിയും. എന്നാൽ കഥകൾക്ക് ഗ്രഹിക്കാൻ, സാമാന്യ വായനയിൽ ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുള്ള വലിയ ദാർശനിക തലങ്ങളോ വ്യാകരണങ്ങളോ ഒന്നുമില്ല. ഒരു മിൽക്ക് സർബത്തൊക്കെ കുടിക്കുന്ന പോലെ സ്മൂത്തായിട്ട് കുടിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണിത്. കണ്ണനുണ്ണിയുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് തോന്നും, ഈ കണ്ണനുണ്ണിയുടെ പുസ്തകം ഈ ഒരു ശൈലി നമ്മൾ മറ്റെവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നുകൂടി നമുക്ക് തോന്നും ഈ പുസ്തകം കുറേ വായിക്കുമ്പം. അപ്പം ഞാനിങ്ങനെ വായിച്ചപ്പം ഈ രീതിയിൽ മലയാളിയെ തൊട്ടിട്ടുള്ള മറ്റാരോ ഒരാൾ ഉണ്ടല്ലോ. അപ്പോഴാണ് നമ്മുടെ അടുത്തിടെ മരിച്ചുപോയ ചലച്ചിത്രകാരൻ ശ്രീനിവാസൻ്റെ തിരക്കഥകളിലും കഥാപാത്രങ്ങളിലുമൊക്കെ കാണുന്ന പോലെ നമ്മെ തന്നെ കാണിച്ചു തരികയാണ് കണ്ണനുണ്ണി. ഒരു സെൽഫി, ആ പുസ്തകത്തിൽ പറഞ്ഞ പോലെ ഒരു സെൽഫിയാണ്. ആ സെൽഫിയിൽ നമ്മളെ കാണിച്ചു തരികയാണ് നമ്മളുടെ കുറ്റങ്ങൾ, കുറവുകൾ, സന്തോഷങ്ങൾ
എന്നാൽ ഇതൊരാളെ കളിയാക്കലോ മറ്റൊരുത്തൻ്റെ പരിമിതിക്ക് മേൽ ആധിപത്യം സ്ഥാപിച്ചിട്ടുള്ള ഒരു അട്ടഹാസമോ ഒന്നുമല്ല. കൃത്യമായ സാമൂഹിക വിമർശനം എന്നുള്ള രീതിയിൽ, സ്വയം വിമർശനം എന്ന രീതിയിൽ നമ്മളെ ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ഈ പുസ്തകം വായിക്കുമ്പോൾ മാത്രമല്ല, വായിച്ചു കഴിഞ്ഞാലും അതുകൊണ്ട് തന്നെ ഇതിലെ കഥാപാത്രങ്ങൾ ഓരോരുത്തരും നമ്മുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഈ പുസ്തകത്തിൽ നിന്ന് നമുക്കൊപ്പം ഇങ്ങനെ ഇറങ്ങിപ്പോരും. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം എല്ലാവർക്കും വായിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ പകർന്നു തരാൻ കഴിയുന്നതും ഒപ്പം വളരെ രസകരമായി ഒട്ടുമില്ലാതെ ചെയ്യാൻ പറ്റുന്ന വായിച്ചു തീർക്കാൻ പറ്റുന്നൊരു പുസ്തകമായി മാറും. അപ്പോൾ ഇവിടെ ഈ കുഞ്ഞു പുസ്തകത്തിൻ്റെ പ്രസാധനത്തിൻ്റെ ഭാഗമായതിൽ ഞാൻ എൻ്റെ സന്തോഷം രേഖപ്പെടുത്തുന്നു. കണ്ണനുണ്ണിക്ക് എല്ലാ ആശംസകളും നേരുന്നു. ജീനിയസ് ബുക്സിനും എല്ലാവിധ മംഗളങ്ങളും. കണ്ണനുണ്ണിയുടെ പുസ്തകത്തിൻ്റെ സാധാരണ നടത്തുന്നതിൽ വ്യത്യസ്തമായി പുസ്തക പ്രകാശനം നടത്തുകയാണ്. ആദ്യം പുസ്തകത്തിൻ്റെ പ്രകാശകർ ചെയ്യുന്ന ആളുകൾ നമ്മളോട് സംസാരിച്ചു കഴിഞ്ഞെങ്കിലും പുസ്തക പ്രകാശനത്തിന് വേണ്ടി ശ്രീ രതീഷ് അനിരുദ്ധനെയും അത് സ്വീകരിക്കുന്നതിന് വേണ്ടി പ്രമുഖ മാധ്യമ പ്രവർത്തകനായ ശ്രീ KV മധുവിനെയും ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ശ്രീ മധുവിനെ സ്നേഹപൂർവ്വം സംസാരത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ, ജി കണ്ണനുണ്ണിയുടെ മല്ലു സെൽഫി എന്ന പുസ്തകം പ്രകാശനം ചെയ്യുമ്പോൾ അതിൻ്റെ പേര് തന്നെ ശ്രദ്ധേയമാണ് എന്ന് പ്രത്യേകം മലയാളിയുടെ നിലവിലെ വർത്തമാന അന്തരീക്ഷത്തിൽ ഉള്ള സാഹചര്യം വെച്ച് നമുക്ക് പറയാൻ കഴിയും. ഈ പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല, പക്ഷേ ഈ പുസ്തകത്തെക്കുറിച്ച് സമഗ്രമായൊരു ഗംഭീരമായൊരു പഠനം തന്നെ പ്രിയരാഗ അവതരിപ്പിച്ചു കഴിഞ്ഞു. എനിക്ക് മുന്നേ നേരത്തെ സംസാരിച്ച രതീഷും വിശദമായി കണ്ണനുണ്ണിയെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞു. സാധാരണ സമകാലത്ത് നമ്മൾ ഒരുപക്ഷെ ജീവിതത്തിൻ്റെ യാത്രക്കിടയിൽ അല്ലെങ്കിൽ നമ്മളെ മറ്റ് അനുഭവങ്ങളിലൊക്കെ കടന്നു വരുന്ന സെൽഫി എന്ന പ്രയോഗമോ അല്ലെങ്കിൽ സെൽഫിയുടെ ഒരു ഭൗതികമായി അത് ഏത് വിധത്തിൽ മലയാളിയെ സ്വാധീനിക്കുന്നു എന്നുള്ള ചിന്തയോ ഒക്കെ ആണ് പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരിക. സെൽഫി എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ് മലയാളിയെ എപ്പോഴും ചിന്തിപ്പിക്കുന്നത്. ഒന്ന്, അയാളുടെ ജീവിതത്തെ രസകരമാക്കുന്നതിനും പിന്നെ അയാളെ ഗൗരവത്തിൽ ചിന്തിപ്പിക്കുന്നതിനും ഒക്കെയാണ്. ആ രണ്ട് രീതിയിൽ നമുക്കതിനെ കണ്ട് അനുഭവിക്കാൻ കഴിയും. സെൽഫി എന്ന് പറയുമ്പം കേവലമായിട്ട് ഒരു സെൽഫിയുടെ നിർവചനത്തിലേക്ക് സമഗ്ര ജീവിതം വരും. അതിനെ നർമ്മത്തോടെ സമീപിക്കുകയാണ് കണ്ണനുണ്ണി ചെയ്യുന്നത്. അപ്പോൾ ഗൗരവത്തിലുള്ള കുറേ ചിന്തകൾ അതിൽ വരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. പണ്ട് VKNൻ്റെ ഒരു പ്രയോഗമാണ് പെട്ടെന്ന് എനിക്കിതിൻ്റെ അധ്യായങ്ങളുടെ പേര് പ്രിയരാഗ പറയുമ്പോൾ ഓർമ്മ വന്നത്. VKN പണ്ട് പറഞ്ഞൊരു പ്രയോഗമുണ്ട്, കണ്ടക്ടർ എന്ന് നമ്മൾ പ്രയോഗിക്കുന്നത് പോലെ കണ്ടക്ടറെ എന്തിനാണ് കണ്ടക്ടർ എന്ന് വിളിക്കുന്നത്? ബഹുവചനമല്ലല്ലോ, അപ്പോൾ ഏകവചനമാണല്ലോ, കണ്ടക്ടൻ എന്ന് വിളിച്ചാൽ പോരെ എന്ന് ചോദിച്ചിട്ട് മൂപ്പര് അതിൻ്റെ തുടർച്ചയായിട്ട് ഒരുപാട് പ്രയോഗങ്ങൾ ഇൽ അവസാനിക്കുന്ന കുറേ വാക്കുകളെ അദ്ദേഹം ഇൻ വെച്ചിട്ട് പ്രയോഗിക്കുന്നുണ്ട്. ഒരുപാട് ചിന്തിപ്പിക്കുന്ന ഒരു ഭാഗമാണത്. ഇവിടെ കണ്ണനുണ്ണിയുടെ അധ്യായങ്ങൾ ഭൂരിഭാഗവും ഇന്നിലാണ് അവസാനിക്കുന്നത്. സുപ്രൻ തുടങ്ങി മുതലായ ആ തരത്തിലുള്ള ഇന്നിൽ അവസാനിക്കുന്ന പേരുകളാണ് അതിലുള്ളത്. പഴഞ്ചൻ, രാഹുകാലൻ എന്നൊക്കെയാണ് പേരുകളുള്ളത്. അത് എനിക്ക് തോന്നുന്നു അതിലേക്കുള്ള പ്രവേശനത്തിൽ നമുക്ക് ഈ VKNൻ്റെ ഒരു ഓർമ്മ നമ്മളെ സഹായിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ആ കഥയുടെ പശ്ചാത്തലം സഹായിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് വായിച്ചു കഴിയുമ്പം കൂടുതൽ വ്യത്യസ്തമായ കാര്യങ്ങളുണ്ടെങ്കിൽ കണ്ണനുണ്ണിയുമായി പങ്കുവെക്കാം. അതിനൊക്കെ ഒപ്പം നമ്മൾ ഓർമ്മിക്കേണ്ട മറ്റൊരു കാര്യമായി തോന്നിയിട്ടുള്ളത്, ഒരു കഥ എഴുതുമ്പോൾ അതിനെ എങ്ങനെ സാമൂഹ്യമായി സമീപിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. സെൽഫി ഒരു സമൂഹ വിചാരണക്ക് അല്ലെങ്കിൽ വിചാരത്തിന് വിധേയമാകേണ്ട ഒരു പ്രയോഗം കൂടി ആണ് എന്ന് കണ്ണനുണ്ണി നമ്മെ ഓർമ്മിപ്പിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അതോടൊപ്പം മല്ലു സെൽഫി നമ്മളെ വായനയ്ക്ക് ശേഷം നമ്മുടെ ഉള്ളിൽ സെൽഫി എന്ന് പറയുമ്പം ഓർമ്മയിലേക്ക് വരുന്ന ഒരു പ്രയോഗമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നമുക്ക് സെൽഫി എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന ചില ഓർമ്മകളുണ്ട്. ഒന്ന്, EP ജയരാജൻ്റെ സെൽഫി നിർവചനമാണ്. CPMൻ്റെ നേതാവ് EP ജയരാജൻ്റെ ഒരു സെൽഫി നിർവചനമുണ്ട്. അതിൻ്റെ രസകരമായൊരു ഓർമ്മ നമ്മളിലേക്ക് ഓർമ്മ വരും. പിന്നെ വിജയൻ്റെ പാട്ട് സെൽഫി പുള്ള എന്ന് പറയുന്ന പാട്ട് ഓർമ്മ വരും. അതുപോലെ അതിനൊക്കെ ഉപരിയായി മല്ലു സെൽഫി എന്ന പുസ്തകം വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്ന അനുഭവമായി വായനാനുഭവം മാറ്റാൻ കണ്ണനുണ്ണിയുടെ എഴുത്തിന് കഴിയട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. എല്ലാവിധ ആശംസകളും. നന്ദി, നമസ്കാരം. ഇനിയും നമ്മളെ ഈ ചടങ്ങിൽ തന്നെ മറ്റൊരാളെയും നമ്മൾ പ്രതീക്ഷിക്കാതെ ഈ പരിപാടികളെ അവസാനിപ്പിക്കുകയാണ്. അത് ശ്രീ
സലാം ഷാ മണ്ണാറയ്ക്കലിൻ്റെ കവിതകൾ നേരത്തെ കഴിഞ്ഞ വർഷം സലാം ഷയുടെ ഒരു കഥാസമാഹാരം ഇവിടെ വെച്ച് പ്രകാശനം ചെയ്തിരുന്നു. ഇത്തവണ അദ്ദേഹത്തിൻ്റെ കന്നിമഴ പുതുമ പുലർത്തുന്ന പുതിയ കവിതകൾ രചിച്ച ശ്രീ സലാം ഷയുടെ കവിതാ സമാഹാരം പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി ശ്രീ KV മധുവിനെയും അത് സ്വീകരിക്കുന്നതിന് വേണ്ടി പ്രിയ രാഗ് ജിയാറിനെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഒരു പുസ്തകം ശ്രീ രമേശ് മൈലമ്പാടിയുടെ നേർചിത്രങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനമാണ്. അത് പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി രതീഷ് അനുരുദ്ധനെയും സ്വീകരിക്കുന്നതിന് വേണ്ടി പ്രിയ രാഗ് ജിയാറിനെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഒരൊറ്റ പുസ്തകം കൂടിയുണ്ട് പ്രകാശനം ചെയ്യാൻ. എടപ്പാൾ സുബ്രഹ്മണ്യൻ്റെ 8ാം പതിപ്പ് എന്ന പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി പ്രിയരാഗ് ജിയാറിനെയും അത് സ്വീകരിക്കുന്നതിന് വേണ്ടി രതീഷ് അനുരുദ്ധനെയും ക്ഷണിക്കുന്നു. നമ്മൾ ഇവിടെ പങ്കെടുക്കാൻ പ്രതീക്ഷിച്ച അതിഥികളെ ഒന്നും കാത്തിരിക്കാതെ അവസാനിപ്പിക്കുകയാണ്. ഇനി നന്ദി പ്രകടിപ്പിക്കാൻ വേണ്ടി ആദ്യം സലാം ഷായെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിൽ സമ്പന്നമാകുന്ന പ്രിയപ്പെട്ട എഴുത്തുകാരെ, സുഹൃത്തുക്കളെ, എൻ്റെ എളിയ ഒരു കൃതി ഇവിടെ പ്രകാശിപ്പിച്ചതിൽ ബഹുമാനപ്പെട്ട മധു സാറിനും അനിരുദ്ധൻ സാറിനും അടക്കമുള്ള എല്ലാവർക്കും നന്ദി അർപ്പിക്കുകയാണ്, കൃതജ്ഞത അറിയിക്കുകയാണ്. ഈ കന്നിമഴയിൽ പ്രകൃതിയെ നശിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതി ആദ്യ മഴ പെയ്യുമ്പോഴുണ്ടാകുന്ന പ്രകൃതിയുടെ ആ ഒരു കുളിരും ജീവജാലങ്ങൾക്കുണ്ടാകുന്ന സന്തോഷങ്ങളുമെല്ലാം സന്നിവേശിപ്പിച്ചുകൊണ്ടുള്ള ഒരു കൃതിയാണ് കന്നിമഴയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഗ്രാമദുഃഖം അടങ്ങിയ 22 കവിതകളുടെ സമാഹാരമാണ്. സ്വന്തം ഉമ്മയുടെ നമ്മളെ വളർത്തുമ്പോഴുണ്ടാകുന്ന ആ ഒരു വ്യഥയും അവരുടെ ഒരു ആശങ്കയുമെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഉമ്മയെ പറ്റിയുള്ള കഥ, അക്ഷരങ്ങൾ, ഗ്രാമദുഃഖം, ഗ്രാമം നശിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രാമത്തെ സംബന്ധിച്ചുള്ള ഒരു വിശദം, ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏതായാലും ഈ ജീനിയസ് ബുക്സിനും ഇവിടെ സന്നിഹിതരായ എല്ലാവർക്കും, പ്രത്യേകിച്ച് വിശിഷ്ടാതിഥികൾക്കെല്ലാം നന്ദി പറയുകയാണ്. എൻ്റെ ഈ എളിയ സംരംഭം പ്രകാശനം ചെയ്തതിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. ശ്രീ എടപ്പാൾ സുബ്രഹ്മണ്യൻ 2 വാക്ക് സംസാരിക്കും. വേദിയിലും സദസ്സിലും കൂടാതെ എൻ്റെ മുന്നിലുള്ള ആയിരക്കണക്കിന് പുസ്തകങ്ങളിൽ ഉള്ള കഥാപാത്രങ്ങളും ഈ വാക്കുകൾ ശ്രവിക്കുന്നുണ്ട്. എൻ്റെ 26ാമത്തെ പുസ്തകമാണ് ജീനിയസ് ബുക്സ് ഇവിടെ പ്രസിദ്ധീകരിച്ചത്. അവർ തന്നെ 2ാമത്തെ കവിതാ പുസ്തകമാണ്. ഞാൻ ബാലസാഹിത്യമൊക്കെയാണ് കൂടുതൽ എഴുതിയിട്ടുള്ളത്. നേരമില്ലുണ്ണിക്കു നേരമില്ല, നേരം പോക്ക് ഓതുവാൻ നേരമില്ല തുടങ്ങിയ കവിതകളായിരുന്നു കൂടുതൽ എഴുതിയത്. ഇതങ്ങനെയല്ല. എൻ്റെ പുസ്തകം 8ാം പതിപ്പ് എന്ന പേരിലാണ്. ആ പുസ്തകം ഞാനിവിടെ പരിചയപ്പെടുത്തുന്നില്ല. ആ പുസ്തകം വായിക്കുന്നവർക്ക് എന്നെ ആ പുസ്തകം തന്നെ പരിചയപ്പെടുത്തും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ മലപ്പുറം ജില്ലയിലെ എടപ്പാളിൽ നിന്നാണ് വരുന്നത്. തുഞ്ചത്ത് ആചാര്യൻ്റെ നാട്ടിൽ നിന്ന്, MTയുടെ നാട്ടിൽ നിന്ന്, അക്കിത്തത്തിൻ്റെ നാട്ടിൽ നിന്ന്, ഇടശ്ശേരിയുടെ നാട്ടിൽ നിന്ന്, ഉറൂബിൻ്റെ നാട്ടിൽ നിന്നാണ് വരുന്നത്. ഏതായാലും ഈ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യാൻ ജീനിയസ് ബുക്സിനും അത് ഇവിടെ വളരെ മധു സാറും പിന്നെ ഇവിടെ പ്രകാശനം ചെയ്തിട്ടുള്ള അനിരുദ്ധൻ സാറും ഒക്കെ തന്നെ, അതുപോലെ എൻ്റെ സഹ എഴുത്തുകാർ അവരുടെ 4 പുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തിയാണ് എൻ്റെ പുസ്തകം. ഇവിടെ സമയം വളരെ കുറവാണ്, അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ പറയുന്നില്ല. ആ 8ാം പതിപ്പിൽ 40 കവിതകളാണ് ഉള്ളത്. അതിൽ 1ാമത്തെ കവിത കൊക്ക് കുളിച്ചാൽ കാക്കയാകുമോ എന്നാണ്. അത് പിന്നെ ഇവിടെ ദൂരദർശൻ സംപ്രേഷണം ചെയ്യേണ്ട അടുത്ത ദിവസം. കൂടുതലൊന്നും പറയുന്നില്ല, സമയം ഇന്നെങ്കിലും നോക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞാൻ എൻ്റെ സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
ശ്രീ രമേശ് മൈലമ്പാടി. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, ഞാൻ വളരെ ദൂരത്ത് നിന്ന് വരുന്ന വ്യക്തിയാണ്. വയനാട് ജില്ലയിൽ നിന്നാണ് ഇവിടെ എത്തപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ വർഷവും ഇതേ വേദിയിൽ വെച്ച് തന്നെ എൻ്റെ ഒരു പുസ്തകം റിലീസ് ചെയ്തിരുന്നു. കടലാസ് പൂക്കൾ എന്നുള്ള കാവ്യ സമാഹാരമായിരുന്നു. ഈ വർഷവും നേർചിത്രങ്ങൾ എന്നുള്ള ഒരു കാവ്യ സമാഹാരമാണ് ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ടത്. വയനാട് ജില്ലയെ സംബന്ധിച്ച് പറയുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, വളരെ പിന്നോക്കമായ ജില്ലയാണ്. അതേപോലെ തന്നെ കാടരും മൂടരും ഒക്കെ ഉള്ള ഒരു ജില്ലയാണ്. അതുപോലെ തന്നെ അടുത്തിടെ ഉണ്ടായ പ്രകൃതി ദുരന്തം, അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ വയനാടിനോട് ചിലർക്ക് നീരസവും അതേപോലെ തന്നെ സഹതാപവും ഒക്കെ തോന്നിയിട്ടുണ്ട്. അത് പല സന്ദർഭങ്ങളിലും അവർ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആളുകളുടെയൊക്കെ സംസാരിക്കുമ്പോൾ, ഓ വയനാട്ടിൽ നിന്നാണോ വരുന്നത്, ഇത്രയും ദൂരം നിന്ന് വന്നു, അവിടെ എപ്പോഴും പ്രശ്നങ്ങളാണല്ലോ, കാട് നിറഞ്ഞ പ്രദേശമാണല്ലോ, വന്യമൃഗ ശല്യമുള്ള പ്രദേശമാണല്ലോ എന്നൊക്കെ പറഞ്ഞൊരു നമ്മളെ ഒരു പിന്നോട്ടടിക്കുന്ന ഒരു ഭാഷ്യം നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ വയനാട് ദുരന്തമുണ്ടായപ്പോൾ ഇവിടെയുള്ള ചാനലുകളൊക്കെ തന്നെ അത് എപ്പോഴും തന്നെ എടുത്തു പറയുകയും വയനാടിനോട് ഒരു അതൃപ്തി ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതൊക്കെ ഇപ്പോഴും പതുക്കെ മാറി മാറി വരുന്നുണ്ട്. വിനോദസഞ്ചാരികളൊക്കെ തന്നെ കേരളത്തിൻ്റെ പറുദീസയിലേക്ക് ഒക്കെ നമ്മുടെ സമയം അവസാനിച്ചിട്ടുണ്ട്. ബെല്ലടിച്ചാലും കുറച്ച് നേരം തുടരാമെന്നാണ് നിയമസഭ നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് അവസാനമായിട്ട് നമ്മളോട് നന്ദി പറയാൻ വേണ്ടി ശ്രീ കണ്ണനുണ്ണിയെ ക്ഷണിക്കുന്നു. സമയം തെറ്റിക്കുന്നില്ല. എന്തായാലും ഒരുപാട് സന്തോഷം ഈ മനോഹരമായ വേദിയിൽ നമ്മളുടെ മല്ലു സെൽഫി ഇവിടെ പിന്നെ പ്രകാശനം ചെയ്യപ്പെട്ടു. അതിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ആളുകൾ തന്നെയാണ്, മാധ്യമപ്രവർത്തകർ തന്നെയാണ് അത് പ്രകാശനം ചെയ്തത്. ഏറ്റവും പ്രിയപ്പെട്ട രതീശൻ രുദ്ധൻ, മധു, അതുപോലെ തന്നെ പ്രിയരാഗ് വളരെ ഭംഗിയായിട്ട് ആ പുസ്തകത്തെക്കുറിച്ച് പറയുകയും ചെയ്തു. കൂടുതലൊന്നും പറയാനില്ല. ആമസോണിൽ മല്ലു സെൽഫി ലഭ്യമാണ്. ചിരി ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ ചിരിച്ചുകൊണ്ട് പല കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ നമ്മൾ അത് കേൾക്കാൻ വലിയ രസമാണ്. ചില തൃശ്ശൂർ ഭാഷയിൽ ഒരു ചീത്ത പറഞ്ഞാലും നമുക്ക് രസമാണ് കേൾക്കാൻ, അല്ലേ? അപ്പോൾ എന്ന് പറയുന്ന പോലെ ചിരിച്ചുകൊണ്ട് ചിന്തിക്കാൻ കൂടെയുള്ള നമ്മുടെ ഒരു സെൽഫിയാണ് മല്ലു സെൽഫി. എല്ലാവരും വായിക്കണം, അത് മാത്രമാണ് പറയാനുള്ളത്. നന്ദി. ജീനിയസ് ബുക്സിനുള്ള നന്ദിയും രേഖപ്പെടുത്തുന്നു. എൻ്റെ മറ്റൊരു പുസ്തകം കൂടി ഇവിടെ ഉണ്ട്. നമ്മുടെ ലഹരിക്കെതിരെയുള്ളൊരു പുസ്തകമാണ്. അത് നമ്മുടെ പിന്നെ സഭാ ടി വിയിലുമൊക്കെ ആ പുസ്തകത്തെക്കുറിച്ച് വന്നിരുന്നു. ഹീറോ ഡാഡിയും കുഞ്ഞൻ ബ്രോയും എന്ന പുസ്തകമാണ്. അത് ലഭ്യമാണ്. നന്ദി.